ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും ഇടമാണ് കേരളം, പ്രിയ കേരളം. നമസ്കാരം. സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചകളുടെ പുത്തൻ വിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. സുശക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴി സംസ്ഥാനത്ത് എല്ലായിടത്തും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യം കെ-ഫോണിലൂടെ സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അതിന്റെ പുത്തൻ വിശേഷങ്ങളാണ് ഇന്നാദ്യം പ്രിയ കേരളത്തിൽ. ഇന്റർനെറ്റ് മൗലിക അവകാശമായി പ്രഖ്യാപിച്ച നാടാണ് കേരളം. ഇവിടെ ഡിജിറ്റൽ അന്തരം ഇല്ലാതാക്കാനും സാങ്കേതിക സൗകര്യങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളിലും എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് നമ്മുടെ സർക്കാർ കെ-ഫോൺ അഥവാ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അതിലൂടെ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുകയാണ് കേരളം. സംസ്ഥാനത്തൊട്ടാകെ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് സ്ഥാപിക്കുക എന്ന പ്രധാന ലക്ഷ്യം കൂടി പൂർത്തിയാക്കിയ കെ-ഫോൺ ഈ രംഗത്ത് അസാധ്യമെന്ന് കരുതിയ മുന്നേറ്റം ഉറപ്പാക്കുകയാണ്. ഇന്റർനെറ്റ് ഒരു ബേസിക് റൈറ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്തത് കേരള ഗവൺമെൻറ് മാത്രമാണ് ഇന്ത്യയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കെ-ഫോണിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. 86,000 കണക്ഷൻസാണ് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത്. ഈ വർഷം മാർച്ച് 31, അതായത് 2021 മാർച്ച് 31 ഒരു 1 lakh കണക്ഷൻസ് എത്താനുള്ള ആ മൈൽ സ്റ്റോണിലേക്കുള്ള പോക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ വീടുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമായി ഇതിനകം 53,906 കമേഴ്ഷ്യൽ FTTH കണക്ഷനുകൾ എത്തിച്ചു കഴിഞ്ഞു. 2,275 ഫൈബർ ടു ഓഫീസ് കണക്ഷനുകളും പൂർത്തിയാക്കിയ കെ-ഫോൺ അർഹരായവർക്ക് ഘട്ടം ഘട്ടമായി സൗജന്യ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ലഭ്യമാക്കുകയാണ്. അതിന്റെ ഭാഗമായി ആദിവാസി ഊരുകളിൽ ഉൾപ്പെടെ 5,237 കുടുംബങ്ങൾക്ക് തികച്ചും സൗജന്യമായാണ് അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഇവിടെ കെ-ഫോണിൻ്റെ ഫ്രീ വൈഫൈ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ എക്സാം എഴുതിയ സമയത്ത് ഇൻ്റർനെറ്റ് നോക്കി ഒരുപാട് പഠിക്കാൻ പറ്റി. ഇതൊരു ഉൾപ്രദേശമായതുകൊണ്ട് ഇവിടെ റേഞ്ചിന് കുറച്ച് പ്രശ്നമുണ്ട്. കെ-ഫോൺ വന്നതോടെ എല്ലാവർക്കും കുറച്ച് സ്പീഡായിട്ട് നെറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സർക്കാർ നേരിട്ട് നൽകുന്ന സൗജന്യ കണക്ഷനുകൾക്ക് പുറമെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി ട്രൈബൽ മേഖലയിലെ കുടുംബങ്ങൾക്കായി സൗജന്യ ഇന്റർനെറ്റ് നൽകുന്ന കണക്ടിംഗ് ദി അൺകണക്റ്റഡ് എന്ന പദ്ധതിയും കെ-ഫോൺ യാഥാർത്ഥ്യമാക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ പാലക്കാട്ടെ അട്ടപ്പാടിയിൽ 300 കുടുംബങ്ങൾക്കും തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ 103 കുടുംബങ്ങൾക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കി കഴിഞ്ഞു. ഗോത്രവിഭാഗങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്തെ ഇതര പ്രദേശങ്ങളിലേക്കും കെ-ഫോൺ കണക്ഷനുകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ടീച്ചറെ, എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശാസ്ത്രജ്ഞനാണ്. ആർട്ടിഫിഷ്യലാ? അതെന്തോന്ന്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് മോൻ എങ്ങനെ അറിയാം? ടീച്ചറെ, ഇവൻ ചുമ്മാ പറയുന്നതാ. പിന്നെ അതൊരു കഥയാണ് ടീച്ചറെ, ഞങ്ങളുടെയൊക്കെ ജീവിതം മാറ്റിമറിച്ച കഥ. എൻ്റെ വീട് ആരമല ഊരിലാണ്. പണ്ടൊക്കെ ഇവിടെ ഫോണും ഇൻ്റർനെറ്റും ഒന്നുമില്ലായിരുന്നു. ഫോണിന് റേഞ്ച് കിട്ടണമെങ്കിൽ ആനക്കൊല്ലിപ്പാറയുടെ ഏറ്റവും ഉച്ചിയിൽ കയറി നിൽക്കണമായിരുന്നു. അതുപോലെ ഞങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ചെറുതായിരുന്നു, ഒരുപാട് ചെറുത്. പക്ഷേ അന്നൊരിക്കൽ ഞങ്ങളുടെ ഊരിലേക്ക് മാറ്റത്തിൻ്റെ വെളിച്ചം കടന്നു വന്നു. അവർ ശരിക്കും ഞങ്ങളുടെ മുന്നിൽ പ്രതീക്ഷയുടെ വലിയൊരു വാതിൽ തുറന്നു തന്നു. ടീച്ചറെ, ഞങ്ങളുടെ നാട്ടിലെ
ഓരോ വീട്ടിലും കെ ഫോൺ കണക്ഷൻ വന്നതോടുകൂടി ഇന്റർനെറ്റിന്റെ മായാലോകം ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടി. ഞങ്ങളുടെ വീട്ടിൽ കെ ഫോൺ കണക്ഷൻ തരാൻ വന്ന ചേട്ടനാണ് ആദ്യമായി മായ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരികയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. അന്നു മുതൽ എൻ്റെ സ്വപ്നമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എൻ്റെ മാത്രമല്ല ടീച്ചറെ, ഞങ്ങളുടെ നാട്ടിലുള്ളവരുടെയെല്ലാം ലോകം മാറുകയായിരുന്നു. ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് വന്നതോടെ ഊരിൻ്റെ മാറ്റവും ഹൈസ്പീഡിലായി. കോമള അമ്മായിയുടെ ഷോപ്പിംഗ് മുഴുവൻ ഇപ്പം ഓൺലൈനിലാണ്. ജീവിതത്തിലെ മുന്നോട്ടുള്ള വഴി കാണിക്കാൻ കെ ഫോൺ ഞങ്ങളെ സഹായിച്ചു. മോനെ, ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ടല്ലോ, അവിടെ വഴി അറിയോ? ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ പോരെ? അതിന് നാട്ടിൽ റേഞ്ച് ഉണ്ടോ? അശ്വതി ചേച്ചി നല്ല രുചിയുള്ള പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. പണ്ടൊക്കെ ആനക്കൊല്ലി പാറയിൽ റേഞ്ച് പിടിക്കാൻ കയറിയിരുന്ന ഞങ്ങൾ ഇപ്പോൾ അവിടെ പോകുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കാനാണ്. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ആനക്കൊല്ലി പാറയുടെ മുകളിലാണ്. വിദൂര സ്ഥലങ്ങളിൽ പോലും മികച്ച സേവനം നൽകിയും നഗരങ്ങളിൽ മികച്ച ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കിയുമാണ് കെ ഫോൺ 1,00,000 കണക്ഷനുകൾ എന്ന പ്രാഥമിക ലക്ഷ്യം പൂർത്തിയാക്കുന്നത്. സെക്രട്ടേറിയറ്റും നിയമസഭയുമടക്കം സംസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രങ്ങൾ, വിവിധ സർക്കാർ ഓഫീസുകൾ, വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കെ ഫോൺ കണക്ഷൻ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 23,960 സർക്കാർ ഓഫീസുകളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ്, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്കുമായി 212 ഇന്റർനെറ്റ് ലീസ് ലൈൻ കണക്ഷനുകൾ, 263 SME ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ എന്നിവ നൽകിയ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ 7 ഉപഭോക്താക്കൾക്കായി 6,307 കിലോമീറ്റർ ഡാർക്ക് ഫൈബറും ലഭ്യമാക്കി കഴിഞ്ഞു. നമ്മുടെ OTT പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. നമ്മളുടെ എന്താണ് പറയുന്നത്, ലാൻഡ് ലൈൻ വരുന്നുണ്ട്. മേ ബി ഒരു സിം കാർഡ് കൂടെ വരും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതര സർവീസ് പ്രൊവൈഡർമാരോട് കിടനിൽക്കുന്ന സേവനം നൽകുന്നതിനൊപ്പം വാല്യൂ ആഡഡ് സർവീസുകൾ കൂടി ഉറപ്പാക്കിയാണ് കെ ഫോണിന്റെ മുന്നേറ്റം. ദക്ഷിണേന്ത്യൻ TV ചാനലുകളും സിനിമകളും ഉൾപ്പെടുത്തി സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിലുള്ള OTT പ്ലാറ്റ്ഫോം ഏപ്രിലോടെ യാഥാർത്ഥ്യമാക്കാൻ തയ്യാറെടുക്കുന്ന കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് സംവിധാനം അടുത്ത ഘട്ടത്തിൽ IPTV, VNO ലൈസൻസ് എന്നിവയിലേക്ക് കൂടി കടക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന് പുറത്ത് ഇന്റർനെറ്റ് നൽകുന്നതിന് തയ്യാറെടുത്തും ഈ വർഷം 2.5 ലക്ഷത്തിലധികം കണക്ഷനുകൾ പൂർത്തീകരിച്ചും കെ ഫോണിലൂടെ നമ്മുടെ സർക്കാർ പൗരന്റെ അവകാശമായ ഇന്റർനെറ്റ് സംവിധാനത്തെ കുറഞ്ഞ നിരക്കിൽ ഏവർക്കും അനുഭവവേദ്യമാക്കുകയാണ്. സഞ്ചാരികളുടെ പറുദീസയായ നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റുകയും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി മേൽപ്പാലങ്ങളുടെ അടിവശത്ത് ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന സ്ഥലങ്ങൾ പ്രാദേശിക ഉല്ലാസ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കമായിരിക്കുകയാണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇനി പ്രിയ കേരളത്തിൽ. കാഴ്ചയുടെ ഭൂപടമാണ് കേരളം. പച്ചപ്പും പർവ്വതവും സമതലവുമുള്ള നാട്. രാജ്യത്ത് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്ന ഡെസ്റ്റിനേഷനുകൾ ഉൾപ്പെട്ട കേരളം ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒരൊറ്റ പ്രദേശമാണ്. ഹെലി ടൂറിസം മുതൽ ഉത്തരവാദിത്ത ടൂറിസം വരെ സജീവമായ ഇവിടെ ഓരോ ഗ്രാമീണ കാഴ്ചകളും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ്.
2024 2.25 കോടിക്കടുത്ത് സഞ്ചാരികൾ എത്തിയ നമ്മുടെ നാട്ടിൽ മേൽപ്പാലങ്ങൾ ദീപാലങ്കൃതമാക്കിയും പാലങ്ങളുടെ താഴ്ഭാഗം ടൂറിസം പാർക്കുകളാക്കിയും ഡിസൈൻ പോളിസി നടപ്പാക്കിയുമെല്ലാം സർക്കാർ ടൂറിസം ശൃംഖല വിപുലീകരിക്കുകയാണ്. പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ, അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങൾ, മറ്റു കോർട്ടുകൾ, സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. കോഫി ഷോപ്പ് ഉൾപ്പെടെ ഒരുക്കുകയാണ്. ആ മേഖലയിൽ നമുക്ക് പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റി. ഡിസൈൻ പോളിസി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്നത് നമ്മുടെ കേരളത്തിൽ. തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷൻ മേൽപ്പാലം, കോഴിക്കോട്ടെ ഫറൂഖ് പാലം എന്നിവ ആകർഷകമായ രീതിയിൽ ദീപാലങ്കൃതമാക്കിയതിന്റെ തുടർച്ചയായാണ് ടൂറിസം വകുപ്പ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിവശം സൗന്ദര്യവൽക്കരിച്ച് ജനസൗഹൃദ ഇടങ്ങളാക്കി മാറ്റുന്നത്. ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ പാർക്കാണ് കൊല്ലത്തെ വി പാർക്ക്. ഡിസൈൻ പോളിസിയുടെ ഭാഗമായി സൗന്ദര്യവൽക്കരിച്ച ഈ മേൽപ്പാലം കൊല്ലത്തെത്തുന്ന സഞ്ചാരികളുടെയും തദ്ദേശീയരുടെയും പ്രിയപ്പെട്ട താവളമായി മാറുകയാണ്. ഞാനിവിടെ അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പൊതുവേ ഒരു ബാരൻ ലാൻഡായിരുന്നു ഈ പ്രദേശം എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ 2 ബാഡ്മിൻ്റൺ കോർട്ട്, വോളിബോൾ കോർട്ട്, ചെസ് കളിക്കുന്ന സ്ഥലം എന്നിവ കാണാനിടയായി. ഞാനിവിടെ വന്നു, കുട്ടികളുമായിട്ട് കളിക്കാനൊക്കെ ഇടയായി. ഇതൊരു വളരെ നല്ല ഇനിഷ്യേറ്റീവാണ് സർക്കാരിൻ്റെ. ഇതുപോലെ ഇനി എല്ലാ ജില്ലകളിലും തുടങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നടപ്പാതകൾ, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, ചെസ് ബ്ലോക്ക്, സ്കേറ്റിംഗ് ട്രാക്ക്, ഓപ്പൺ ജിം, യോഗ, മെഡിറ്റേഷൻ സോൺ, ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങളാണ് കൊല്ലം SP ഓഫീസ് ജംഗ്ഷനിലെ പാർക്കിൽ ടൂറിസം വകുപ്പ് സജ്ജമാക്കിയിരിക്കുന്നത്. ഉല്ലാസത്തിനും വ്യായാമത്തിനും പാട്ടുപാടാനും ചിത്രം വരയ്ക്കാനും പ്രയോജനപ്പെടുത്താവുന്ന പാർക്കിൽ ലഘുഭക്ഷണത്തിനുമുള്ള സൗകര്യങ്ങളും ഇവന്റ് സ്പേസ്, പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മേൽപ്പാലത്തിന് കീഴിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 70 സെന്റ് ഭൂമിയിലാണ് 2 കോടി രൂപ ചിലവിൽ സർക്കാർ വി പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഞങ്ങളിവിടെ കുറച്ച് നാളായിട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഓൾറെഡി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരണമെന്നും പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇന്നോഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങളിവിടെ കുറച്ച് ദിവസമായി വന്ന് തുടങ്ങിയപ്പോൾ അത്യാവശ്യം നൈസ് വൈബാണ് ഇവിടെ. പ്രത്യേകിച്ച് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം എൻജോയ് ചെയ്യാൻ ആ ഒരു ഇതിലാണ് ഇവിടെ വന്നേക്കുന്നത് തന്നെ. കാരണം മോസ്റ്റ്ലി എല്ലാവരും ട്രിവാൻഡ്രം, എറണാകുളം അങ്ങനെ ഒരു സൈഡിലൊക്കെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ കൊല്ലത്ത് ഇതുണ്ടായതുകൊണ്ട്, ഇപ്പോൾ തൊട്ടടുത്ത് ആയതുകൊണ്ട് മോസ്റ്റ്ലി അല്ലെങ്കിൽ പാർക്കോ അഡ്വഞ്ചർ പാർക്ക് അങ്ങനെയൊക്കെയായിരുന്നു പോകാറുള്ളത്. അപ്പോൾ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു ഇത് റോഡ് സൈഡിൽ തന്നെ കിട്ടിയോണ്ട് അത്യാവശ്യം നൈസാണ്. അപ്പോൾ ഈ ഒരു വി പാർക്ക് അത്യാവശ്യം നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഗവൺമെൻറ് ഇറക്കിയേക്കുന്നത്. അതിനെന്തായാലും ഗവൺമെൻറ്റിന് ഒരു താങ്ക്സ് ഉണ്ട്. നൂറ്റാണ്ടുകളുടെ വ്യാപാര ചരിത്രവും പടയോട്ട ചരിത്രവുമുള്ള പഴയ വേണാടിന്റെ ഈ തലസ്ഥാന നഗരത്തെ സവിശേഷതകൾ കൂടി അടയാളപ്പെടുത്തുന്നതാണ് വി പാർക്ക് പദ്ധതി. കൊല്ലത്തിന്റെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഇവിടത്തെ ചുമർ ചിത്രങ്ങൾ ഒരു QR കോഡിന്റെ സഹായത്തോടെ AR ഇന്ററാക്റ്റീവ് വീഡിയോയായി കാണാൻ കഴിയും എന്നതാണ് വി പാർക്കിലെ മറ്റൊരു സവിശേഷത. ഒരു സംഘം വിദ്യാർത്ഥികളാണ് ഈ കൗതുക കാഴ്ചയുടെ അണിയറക്കാർ. വേലുത്തമ്പി ദളവ കൊല്ലത്ത് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വേലുത്തമ്പി ദളവയുടെ യുദ്ധം, അതിൻ്റെ ആ ഒരു ചരിത്രം പറയുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊരു പുതിയതായിട്ട് കാണുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു ഓഗ്മെന്റഡ് റിയാലിറ്റി വീഡിയോ അവിടെ ചെയ്തിരിക്കുന്നത്. അവളുടെ തന്നെ അതിനുള്ള QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കാനറിലൂടെ നോക്കിയാൽ ആ ഇമേജസ് ഒരു AR വീഡിയോ ആയിട്ട് കൺവേർട്ടായി നമുക്ക് വീഡിയോയിലൂടെ അത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് പറയാൻ ഉദ്ദേശിക്കുന്ന കഥ കുറച്ചുകൂടെ നന്നായിട്ട് അത് കാണുന്ന ആൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസൈൻ പോളിസി നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം. മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതുസ്ഥലങ്ങൾ ഇതുപോലെ ക്രിയാത്മക കേന്ദ്രങ്ങളാക്കുകയെന്ന ലക്ഷ്യം അതിലൂടെ നിറവേറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ പാർക്കും കളിസ്ഥലങ്ങളും വ്യായാമ കേന്ദ്രങ്ങളും ഉൾപ്പെടുന്ന ഇത്തരം പാർക്കുകൾ നമ്മുടെ സർക്കാർ സംസ്ഥാന വ്യാപകമായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. അതിലൂടെ വിനോദസഞ്ചാരത്തിനും വിശ്രമത്തിനും ആനന്ദത്തിനും ഓരോ പ്രദേശത്തും സുരക്ഷിതമായ ഇടം കൂടിയാണ് നമ്മുടെ സർക്കാർ ഉറപ്പാക്കുന്നത്. കൊല്ലത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കൊല്ലം ജില്ല 75ാം പിറന്നാളിന്റെ നിറവിലാണ്.
ജില്ലാ രൂപീകരണത്തിന്റെ 75ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് നമ്മുടെ സർക്കാർ. കാണാം INPRD ഒരുക്കിയിരിക്കുന്ന കൊല്ലം അറ്റ് 75ന്റെ വിശേഷങ്ങൾ പ്രിയ കേരളത്തിലൂടെ. കൊല്ലം കണ്ടോടാ ഇല്ലം കാണണ്ട. സമ്പന്നമായ സാമൂഹിക സാംസ്കാരിക ചരിത്ര ഭൂമികയാണ് കൊല്ലം. ക്രിസ്തുവർഷം 9 മുതൽ 12 വരെ വേണാടിന്റെ തലസ്ഥാനമായിരുന്ന ഈ മണ്ണിലെ വണിക്കുകൾ പുരാതനകാലം മുതലേ വിദേശീയരുമായി കച്ചവട ബന്ധം സ്ഥാപിച്ചിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ 1956 നവംബർ 1 കേരളം രൂപം കൊണ്ടപ്പോൾ കൊല്ലം ആദ്യം രൂപീകൃതമായ 4 ജില്ലകളിൽ ഒന്നായി മാറി. തെക്ക് തിരുവനന്തപുരം ജില്ലയും വടക്ക് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളും കിഴക്ക് തമിഴ്നാട് തെങ്കാശി ജില്ലയും പടിഞ്ഞാറ് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന കൊല്ലത്തിന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ 4ാമത്തെ നഗരമെന്ന പദവിയും ഏറ്റവും പഴക്കം ചെന്ന കടൽ തുറമുഖ പട്ടണങ്ങളിൽ ഒന്നെന്ന പദവിയും സ്വന്തമാണ്. വികസന വാണിജ്യ സവിശേഷതകളാൽ ലോകത്തെ തന്നെ മികച്ച നഗരമായി മാറാൻ തയ്യാറെടുക്കുന്ന കൊല്ലം അതിന്റെ രൂപീകരണത്തിന്റെ 75 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. കൊല്ലം ജില്ല തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റങ്ങളുടെ വലിയ പ്രാധാന്യമുള്ള നാടാണ്. മത്സ്യത്തൊഴിലാളികളും കയർപിരി തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും കൈത്തറി തൊഴിലാളികളും പ്രസ് ജീവനക്കാരും ഓട്ടുതൊഴിലാളികളും ഒക്കെ ചേർന്ന അധ്വാനിക്കുന്ന ജനതയുടെ മുന്നേറ്റ ഭൂമിയാണ് കൊല്ലം. കൊല്ലത്തിൻ്റെ ചരിത്ര ഗരിമയിൽ ഇവർക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാളുകളിൽ വലിയ നേതൃത്വം നൽകിയ സമരഭടന്മാരുടെ നാടാണ് കൊല്ലം. കലയും സംസ്കാരവും സാഹിത്യവും ചേർന്ന തൊഴിലാളി വർഗ മുന്നേറ്റമാണ് കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് കൊല്ലം ഇപ്പോഴും പുരോഗമനാശയങ്ങളുടെ വലിയ ഒരു ജില്ലയായി തുടരുകയാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ വേരുറച്ച ഈ മണ്ണിൽ കശുവണ്ടി വ്യവസായം മുതൽ കയർ വ്യവസായം വരെ സജീവമാണ്. സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനമാണ് കൊല്ലത്തിന്. നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ദേശീയപാത 66, കുളക്കട അസാബ് IT പാർക്ക്, മീൻപിടിപ്പാറ ഉൾപ്പെടുന്ന ജൈവ വൈവിധ്യ ടൂറിസം പദ്ധതി, തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ടൂറിസം, KMML പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന കൊല്ലത്തിന്റെ 75 വർഷങ്ങൾ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മാർച്ച് 10 വരെ കൊല്ലം ആശ്രാമ മൈതാനിയിൽ ആഘോഷിക്കുകയാണ്. പൊതുജന പങ്കാളിത്തം കൊണ്ടും വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ് കൊല്ലം അറ്റ് 75 പ്രദർശന വിപണന മേള. സത്യത്തിൽ കൊല്ലത്തെ ജനങ്ങൾക്ക് വന്ന് കയറി ഇറങ്ങി കൊല്ലത്തെ അറിയാൻ പറ്റുന്ന നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. വന്ന് കണ്ടുപോകുന്ന പൊടി കുഞ്ഞുങ്ങൾക്ക് വരെ കൊല്ലത്തെക്കുറിച്ച് വ്യക്തമായി അറിയണം. അതായത് നാടക പ്രസ്ഥാനങ്ങൾ മുതൽ എങ്ങനെയാണോ കൊല്ലത്തെ വികസനങ്ങൾ കൊണ്ടുവന്നത് എന്ന് നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് PRD വളരെ നല്ല രീതിയിൽ ഒരു സ്റ്റോളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താണ് സർക്കാർ ഈ 5 വർഷം കഴിഞ്ഞ ഭരണസമയത്തും ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അത് കൃത്യമായി അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വളരെ നല്ല രീതിയിലൊരു ഷോയാണ് ഇവിടെ നടന്നു വരുന്നത്. സൗജന്യ സേവനങ്ങളും അതിശയിപ്പിക്കുന്ന കാഴ്ചകളും കൊണ്ട് ആകർഷകമായ ഈ മേളയിൽ സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 8.5 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, കൊല്ലത്തിന്റെ വികസന മുന്നേറ്റം, ഭാവി സാധ്യതകൾ തുടങ്ങിയവ സർഗാത്മകമായും നൂതന രീതിയിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കൊല്ലത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള പ്രത്യേക തീം ഏരിയയും വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള പരിപാടികളും ഉൾപ്പെടുന്നതാണ് കൊല്ലം അറ്റ് 75. ജലത്തിൻ്റെ ലഭ്യതക്കുറവ് മാത്രമല്ല, അതിനകത്തുള്ള ജലമലിനീകരണവും അതൊക്കെ ആ ഒരു വെള്ളം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്കത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് ഒരു വെള്ളം എങ്ങനെ പരിശോധിക്കപ്പെടണം എന്നുള്ള ഒരു രീതി കൃത്യമായി അവർ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഈ സമയങ്ങളിൽ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് തീർച്ചയായും
ഇത് ജനങ്ങളിൽ നല്ലതുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. 1/2 ലിറ്റർ ജലവുമായി എത്തുന്ന ആർക്കും 15 മിനിറ്റിനുള്ളിൽ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സൗജന്യ ജലപരിശോധന. പൊതുജനങ്ങൾക്ക് സൗജന്യ ആധാർ അധിഷ്ഠിത സേവനങ്ങളുമായി അക്ഷയ സ്റ്റോളുകൾ. പുതിയ ആധാർ, 10 വർഷം കഴിഞ്ഞ ആധാർ പുതുക്കൽ, ആധാർ ഫോട്ടോ മാറ്റൽ, തിരുത്തൽ എന്നിങ്ങനെ ആധാർ സംബന്ധമായ സൗജന്യ സേവനങ്ങൾ. പഴയകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന റൈഫിൾ മുതൽ അത്യാധുനിക യന്ത്രത്തോക്കുകളുടെ വകഭേദങ്ങളും അവയിൽ ഉപയോഗിക്കുന്ന തിരകളും കാണാനുള്ള അവസരവുമായി ജില്ലാ പോലീസ് വിഭാഗം. കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാവുന്ന കൊല്ലത്തെ അറിയാം ക്വിസ് മത്സരം. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രചോദനവും ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭ്യമാക്കാനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ജീവിതശൈലീ രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ കണ്ടെത്തുന്നതിനുള്ള സൗജന്യ പരിശോധനകൾ. സൗജന്യമായ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. സംരംഭകർക്ക് വേണ്ട ലൈസൻസുകൾ, വ്യവസായ അനുമതികൾ എന്നിവ സൗജന്യമായി നൽകൽ തുടങ്ങി വൻ ഓഫറുകളുള്ള പുസ്തകമേള വരെ കൊല്ലം @75ന്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഏകീകരണം കൊല്ലത്തുണ്ട്. നന്നായിരിക്കും. നമുക്ക് അറിയാനും അറിഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ അറിഞ്ഞു പോകുന്നതിനുമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻക്ലൂഡിങ് സർവേ, ഇൻഡസ്ട്രീസ്, ODPC അങ്ങനെ വിവിധ തരം വിദ്യാർത്ഥികളും ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ പ്രദർശിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒരുക്കുന്ന ആകർഷണീയമായ തീം സ്റ്റോളുകളും വിപുലമായ പുസ്തകമേളയും വൈവിധ്യമാർന്ന വിപണന സ്റ്റോളുകളും കൊല്ലം @75 പ്രദർശന വിപണന മേളയുടെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. കൊല്ലത്തിന്റെ പഴമയും പെരുമയും പുതുമയും അടയാളപ്പെടുത്തുന്ന തീം ഏരിയയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാരംഗത്തെ ചരിത്രവും വർത്തമാനവും LED സ്മാർട്ട് സ്ക്രീൻ പ്രദർശനങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. കലയും അറിവും അവബോധവും ബോധവൽക്കരണവും ഉൾപ്പെടുന്ന ഈ സൗജന്യ വിസ്മയ കാഴ്ചകളുടെ പ്രദർശനം മാർച്ച് 10-നാണ് സമാപിക്കുന്നത്. നമ്മുടെ നാടിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചും പുതിയ പദ്ധതികളെക്കുറിച്ചുമുള്ള പ്രിയ കേരളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വികസന വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച. പ്രതികരണങ്ങൾ അറിയിക്കാം PRD പ്രോഗ്രാം പ്രൊഡ്യൂസർ @gmail.com. നന്ദി, നമസ്കാരം.